ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി ലഹരി ഉപയോഗം തടയുക എന്ന ലക്ഷ്യത്തോടെ മൂവാറ്റുപുഴയിൽ എക്സൈസിന്റെ ആഭിമുഖ്യത്തിൽ ശക്തമായ പരിശോധനയാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം MDMAയുമായി പുതുപ്പാടി സ്വദേശിയായ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. ഈ വർഷം 100-ലധികം കേസുകളാണ് മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പുതുവർഷാഘോഷം സുരക്ഷിതവും ലഹരി വിമുക്തവുമാക്കാൻ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ഡ്രൈവ് തുടരുകയാണ്. ഈ മാസം 1-ന് ആരംഭിച്ച പരിശോധന ജനുവരി 5 വരെ തുടരും. എറണാകുളം ജില്ലയെ കൊച്ചി ഉൾപ്പെടുന്ന നഗരമേഖല, തീരദേശ മേഖല, മലയോര മേഖല എന്നിങ്ങനെ 3ആയി തിരിച്ചാണ് പ്രത്യേക എൻഫോഴ്സ്മെന്റ് ടീം രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. മൂവാറ്റുപുഴയിൽ കഴിഞ്ഞ ദിവസം ഇതേ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് MDMAയുമായി സഹകരണ ബാങ്ക് ജീവനക്കാരനെ എക്സൈസ് സംഘം പിടികൂടിയത്. കീച്ചേരിപ്പടിയിൽ ശനിയാഴ്ച രാത്രി നടത്തിയ പരിശോധനയിലാണ് 2.8 ഗ്രാം MDMAയുമായി പുതുപ്പാടി സ്വദേശി പൂവത്തുംമൂട്ടിൽ ബാവ P. ഇബ്രാഹിമിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. മാതിരപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ പുതുപ്പാടി ബ്രാഞ്ചിലെ ക്യാഷറാണ് ബാവ P. ഇബ്രാഹിം. ഇയാളിൽ നിന്ന് MDMA വിറ്റ് ലഭിച്ച 3000 രൂപയും മൊബൈൽ ഫോണും 3 സിം കാർഡുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. 2025-ൽ ഇത് 2ാം തവണയാണ് ഇയാളെ MDMA വിൽപ്പനയ്ക്കിടെ എക്സൈസ് പിടികൂടുന്നത്. വ്യത്യസ്ത രീതികളാണ് ഇയാൾ MDMA വിൽപ്പനയ്ക്കായി സ്വീകരിച്ചു വരുന്നത്. ഉപയോഗിച്ച സ്ട്രോ കഷ്ണങ്ങളായി മുറിച്ച് അതിൽ MDMA നിറച്ച് ആവശ്യക്കാരിൽ നിന്നും ഗൂഗിൾ പേ വഴി പണം വാങ്ങിയ ശേഷം പ്രത്യേക സ്ഥലത്ത് നിക്ഷേപിക്കുകയും ഈ നിക്ഷേപിച്ച സ്ഥലത്തിന്റെ ഫോട്ടോ ആവശ്യക്കാർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് ഇയാളുടെ ഒരു രീതി. ഒഴിഞ്ഞ മിഠായി പേപ്പറുകളിൽ MDMA പൊതിഞ്ഞ് അവയും പ്രത്യേക സ്ഥലങ്ങളിൽ നിക്ഷേപിച്ച ശേഷം ഫോട്ടോ ആവശ്യക്കാർക്ക് അയച്ചു കൊടുക്കുന്ന രീതിയും ഇയാൾ സ്വീകരിച്ചു വരുന്നുണ്ട്. 1/2 ഗ്രാം MDMAയ്ക്ക് 2500 രൂപ മുതൽ 3000 രൂപ വരെയാണ് ഇയാൾ വാങ്ങുന്നത്. ബാവ P. ഇബ്രാഹിമിന് MDMA എത്തിച്ചു നൽകുന്ന ആലുവ സ്വദേശിയായ കച്ചവടക്കാരനെ എക്സൈസ് സംഘം പിന്തുടരുന്നുണ്ട്. 43 ദിവസമാണ് ബാവ അന്ന് ജയിലിൽ കഴിഞ്ഞത്. ഇയാളിൽ നിന്നും MDMA സ്ഥിരമായി വാങ്ങിക്കുന്ന 20 പേരുടെ ലിസ്റ്റ് എക്സൈസ് സംഘം തയ്യാറാക്കി അന്വേഷണം നടത്തുന്നുണ്ട്. കല്ലൂർക്കാട് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ PA ഫൈസലിന്റെ സാന്നിധ്യത്തിലാണ് ഇയാളുടെ ദേഹപരിശോധന എക്സൈസ് പൂർത്തിയാക്കിയത്. 2025 വർഷത്തിൽ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പിടികൂടുന്ന 102ാമത്തെ കേസാണിത്. ന്യൂ ഇയറിനോടനുബന്ധിച്ച് യുവാക്കളിൽ ലഹരി ഉപയോഗം തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്ര ശക്തമായ പരിശോധനകൾ നടത്തിവരുന്നതെന്ന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ G. കൃഷ്ണകുമാർ പറഞ്ഞു. ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി യുവാക്കളുടെ ഇടയിൽ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന ആളുകളെ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് മുൻപ് മയക്കുമരുന്ന് പ്രതിയായിട്ടുള്ള ജയിലിൽ കിടന്നിട്ടുള്ള പ്രതിയായിട്ടുള്ള ഈ ബാവ P. ഇബ്രാഹിമിനെ നമ്മൾ 3 ഗ്രാം MDMA ഒരു 3000 വിറ്റ പണമായിട്ടുള്ള 3000 രൂപയും മൊബൈൽ ഫോണുകളും ഒക്കെ ആയിട്ട് തന്നെ പിടികൂടിയിട്ടുള്ളത്. ഇയാളുടെ ഒരു പുതിയ വിൽപ്പന മാർഗം എന്ന് പറയുന്നത് ഒഴിഞ്ഞ സ്ട്രോയിലും മറ്റും MDMA പാക്കറ്റിനകത്താക്കിയിട്ട് അത് സീൽ ചെയ്ത് പല സ്ഥലങ്ങളിലായിട്ട് ഡ്രോപ്പ് ചെയ്യുക. അതുകൂടാതെ പ്ലാസ്റ്റിക് കവർ, മിഠായി കവറുകളിലൊക്കെ MDMA പാക്ക് ചെയ്ത് ദൂര സ്ഥലങ്ങളിൽ ഡ്രോപ്പ് ചെയ്ത ശേഷം സ്കാനർ ഉപയോഗിച്ച് ചെറുപ്പക്കാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ഇത് ആ സ്ഥലങ്ങളിലേക്ക് അവർക്ക് വാട്സപ്പ് ചെയ്ത് കൊടുക്കുകയും മറ്റും ചെയ്തിട്ട് സ്ഥലങ്ങളുടെ ഫോട്ടോയും മറ്റും വാട്സപ്പ് ചെയ്ത് കൊടുത്ത് ഡ്രോപ്പ് ചെയ്യുന്ന സിസ്റ്റം ആണ് ഈ പ്രതി അനുവർത്തിച്ചിട്ടുള്ളത്. 3 ഗ്രാമമായിട്ട് പിടിച്ചിട്ടുള്ള പ്രതിയെ നമ്മൾ ഇന്ന് റിമാൻഡ് ചെയ്യുന്നതാണ്. സിവിൽ എക്സൈസ് ഓഫീസർമാരായ മാഹിൻ, അനുരാജ്, നൌഷാദ്, രഞ്ജിത്ത്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അനിത, എക്സൈസ് ഡ്രൈവർ ബിജു പോൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. 925 ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ്സിന്റെ അതിവിപുലമായ ശേഖരമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. എമറാൾഡ്, റൂബി, സഫൈർ തുടങ്ങി എല്ലാ ബെർത്ത് സ്റ്റോണുകളും ഇവിടെ ലഭ്യമാണ്. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ.